ഈ B2 ബോംബർ വിമാനമുണ്ടല്ലോ, സ്പിരിറ്റ്, ഏറ്റവും ഭാരമേറിയ GBU-57 തുടങ്ങിയ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ കൊണ്ടുപോകുന്ന ആക്രമിച്ച അമേരിക്കയുടെ പറക്കും തെളിയ പോലെയുള്ള വിമാനം. സത്യത്തിൽ അത് ഇന്ത്യക്ക് ഉണ്ടാവേണ്ട വിമാനമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് മാത്രം ഉണ്ടാവേണ്ട ഒരു വിമാനമാണ് ഇപ്പോൾ അമേരിക്കയുടെ കുത്തകയായിട്ട് കൊണ്ട് നടക്കുന്നത്. അമേരിക്കയ്ക്കും ഒരുപാടൊന്നുമില്ല, 21 എണ്ണം ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ 2 എണ്ണം വീണുപോയി. ഇപ്പോൾ 19 എണ്ണമാണ് അമേരിക്കയുടെ ഫ്ലീറ്റിലുള്ളത്. പുതിയത് ഉണ്ടാക്കിയിട്ടുമില്ല. ഈ വിമാനങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ്റെ ബുദ്ധിയിൽ ഉണ്ടായതാണ് ഈ വിമാനം എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യയിലെ അസാമാന്യ പ്രതിഭയായ ഒരാൾ കണ്ടുപിടിച്ചു. നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാരൊക്കെ അവർക്ക് വലിയ ബിരുദങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വേറെ ആകാശങ്ങൾ തേടി പറന്നു പോകും. അങ്ങനെ ഇവിടെ നിന്ന് പറന്ന് അമേരിക്കയിലെത്തിയ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാക്കി കൊടുത്തതാണ് ഈ B2 സ്പിരിറ്റ് വിമാനം എന്ന് പറഞ്ഞു കേട്ടു. അതിനകത്ത് എന്താ വാസ്തവം ഉണ്ടോ? അത് വാസ്തവമാണ്. എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കടം വന്ന ഒരു സമയത്ത് ചൈന ഇടപെട്ട് ചൈന ഇയാളുടെ ഇന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ഇടപെട്ടിരുന്നെങ്കിലും ഇന്ത്യക്ക് ബോംബർ ഉണ്ടാവുമായിരുന്നു. അതെ അതെ. അപ്പോൾ ഏത് വർഷമാണ് ഇയാളുടെ കഥ പറയാം. ബോംബെക്കാരനാണ്, മഹാരാഷ്ട്രക്കാരൻ. നൊഷീർ ഗൊവാഡിയ എന്നാണ് ഇയാളുടെ പേര്. ബ്രെയിൻ ബിഹൈൻഡ് ദ US B2 ബോംബർ എന്നാണ് ഇംഗ്ലീഷ് ചരിത്രത്തിലൊക്കെ കാണുന്നത്. ഇയാൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ തലച്ചോർ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങൾ, കടം, ഒറ്റ, ചാരൻ, ഇങ്ങനെ. ഇയാൾ ആരായിരുന്നു ശരിക്കും? ഇയാൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് ഇയാൾ. ഇത് തന്നെയാണ് ഇയാളുടെ ജോലി. വിമാനം ഉണ്ടാക്കുക, രൂപകൽപ്പന ചെയ്യുക, അത് റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സ്റ്റെൽത്ത് ടെക്നോളജി ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ. ഇയാൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾ കുറവുള്ള ഒരു മേഖലയാണ്. വലിയ കളർഫുള്ളായിട്ടുള്ള ശമ്പളവും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഇയാൾക്ക് ഇന്ത്യയിൽ അവസരങ്ങൾ കിട്ടിയില്ലേ? അതെ. അപ്പോൾ ഇയാള് ഇതില് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മാത്രമല്ല, എയറോനോട്ടിക്കൽ ജീനിയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ബോംബർ, ആ B2 സ്പിരിറ്റ് ഇല്ലേ, അതിൻ്റെ ഡിസൈൻ, അത് ഡിസൈൻ ചെയ്തത് ഈ നൊഷീർ ഗൊവാഡിയ. നൊഷീർ ഗൊവാഡിയെ കുറിച്ചൊന്ന് പറയാമോ? അയാൾ ആരായിരുന്നു, എന്തായിരുന്നു, എവിടെ ജനിച്ചു? ഇയാൾ മുംബൈയിൽ 1944 ഏപ്രിലാണ് ജനിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 3 വർഷം മുമ്പ്. പക്ഷെ ആ ചരിത്രത്തിൽ പറയുന്നത് 15 വയസ്സിൽ ഇയാൾക്ക് PhD കിട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 1-2 കേസുകളെ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഞാൻ നോക്കുന്നത് അമ്പാടി എന്നോ അങ്ങനെ ഒരു പേരുള്ള ഒരു പയ്യൻ 15 വയസ്സില് ആന്ധ്രക്കാരൻ, ഞാനും PhD കിട്ടിന്ന് വായിച്ചത് ഒരു പേരൊന്നും ഓർക്കുന്നില്ല, അങ്ങനെ വായിച്ചത് അമ്പാടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോ അപ്പൊ അങ്ങനെ കിട്ടിയാൽ ഇതൊരു ജീനിയസ് ആണല്ലേ, പ്രോഡിജി. പെട്ടെന്ന് വലിയ കഴിവുകൾ കാണിക്കുന്ന കുട്ടിക്കാലത്ത് തന്നെ അമേരിക്കയിലൊക്കെ അങ്ങനെ നേരത്തെയൊക്കെ ഇതൊക്കെ അവാർഡ് ചെയ്യാറും ഒക്കെ ഉണ്ട്. അങ്ങനെ എങ്ങാനും ഇയാൾ ആയിരിക്കാം. എന്തായാലും അമേരിക്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ തന്നെ ഇഷ്ടമുള്ളത് പഠിക്കാനും അവസരമൊക്കെ കൊടുക്കുമല്ലോ. നമ്മളല്ലേ 22 വയസ്സായാലേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഈ PhD ഒക്കെ കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്കയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയ ശേഷമാണ്. പിന്നെ 15 വയസ്സ് PhD ഒക്കെ കിട്ടിക്കഴിഞ്ഞ പിന്നെ ഇയാൾ US പോയി. എങ്ങനെയാണെന്നും കൃത്യമായിട്ട് ആ ഭാഗമൊക്കെ വളരെ ഗ്രേ ആണ് അയാളെ പറ്റി. 1970 നോർത്രോപ്പ് കോർപ്പറേഷനിൽ ജോലി. നോർത്രോപ്പ് ആണ് ഈ B2 വിമാനം ഉണ്ടാക്കുന്നത്. നോർത്രോപ്പ് കോർപ്പറേഷനാണ് B2 ഉണ്ടാക്കുന്നത്. 20 കൊല്ലം നോർത്രോപ്പ് കോർപ്പറേഷനിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ അതെ. അപ്പൊ അവരുടെ ഒരു പൈനിയർ ഇൻ സ്റ്റെൽത്ത് ടെക്നോളജി. അപ്പൊ ഇയാൾ ഒരു കാരണവശാലും അവിടെ നിന്ന് വിടരുത് എന്ന് പറഞ്ഞിട്ട് നെടുന്തൂണായിട്ട് തന്നെ ഇയാളെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോയിട്ടാണല്ലോ ഇയാൾ 20 കൊല്ലം ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആര് വേണമെങ്കിലും റാഞ്ചി കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ ഇയാള് സാധാരണഗതിയിൽ ഡ്രോയിങ് ബോർഡ് വരയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതിന്റെ അപ്പുറം പോകുന്ന ബുദ്ധി അയാൾക്കുണ്ടായിരുന്നു. കാരണം വേറെ എഞ്ചിനീയർമാരും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ടാക്കിക്കോളും. സാധാരണഗതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്താല് അതിന്റെ പുറകെ പോകണ്ടല്ലോ. ഇയാൾ ഡ്രോയിങ് ബോർഡിന് അപ്പുറം പോയിട്ട് സ്റ്റെൽത്ത് പ്രൊപ്പൽഷൻ സിസ്റ്റം
രൂപകൽപ്പന ചെയ്തു ഇയാൾ. ആ റോക്കറ്റ് ഇതിനെ കൊണ്ടുപോകുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റവും ഇയാൾ തന്നെ രൂപകൽപ്പന ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇൻഫ്രാറെഡ്, ഈ സാധാരണഗതിയിൽ ഒരു വിമാനം പോകുമ്പോൾ ഇൻഫ്രാറെഡ് റേസ് കൊണ്ടോ റഡാർ കൊണ്ടോ ഒക്കെ ഇതിനെ കണ്ടെത്താനും പിടിച്ചെടുക്കാനും പറ്റുമല്ലോ. ഇയാളാണ് അങ്ങനെ റഡാർ ഇത് കാണാതിരിക്കാനുള്ള ടെക്നോളജി വികസിപ്പിക്കുന്നത്. അതാണ് ഡ്രോയിങ് ബോർഡിനപ്പുറം പോകുന്ന ബുദ്ധിയാണെന്ന് പറയുന്നത്. വിമാനത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ അത് അയാൾ കണ്ടുപിടിച്ചു. ഡിറ്റക്ഷൻ ഇവേഡ് ചെയ്യാനുള്ള സംഭവം ലോകത്തുണ്ടാക്കിയത് നുഷീർ ഗോവാഡിയാണ്. അതാണ് ഇയാളുടെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ റഡാറിൽ നിന്ന് ഈസി ആയിട്ട് വെട്ടിച്ചു പോകുന്ന സ്റ്റെൽത്ത് ടെക്നോളജി. അങ്ങനെ അമേരിക്കയ്ക്ക് ഇൻവിസിബിലിറ്റി കൊടുത്തത് ഗോവാഡിയാണ്. അദൃശ്യമായിട്ടിരിക്കുക എന്നുള്ള കഴിവ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കി. അമേരിക്കൻ വ്യോമസേനയ്ക്ക് തിരസ്കരണി വിദ്യ അത് തന്നെ അത് ഉണ്ടാക്കി കൊടുത്തത് ഇയാളാണ്. 1986 ഇയാൾ നോർത്രോപ്പ് കോർപ്പറേഷൻ വിട്ടു. അനാരോഗ്യം എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അത് ചുമ്മാ പറഞ്ഞായിരിക്കണം. ഏത് വർഷം? 1986. അപ്പോൾ 44 ജനിച്ചു. അപ്പൊ 42 വയസ്സേ ഉള്ളൂ. ഇനിയും എത്രയോ കാലം പോകാം. എത്രയോ അയാൾക്ക് ബുദ്ധിക്കൊന്നും ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന് പിന്നീടുള്ള ചരിത്രഭാഗത്ത് നിന്ന് നമുക്കറിയാം. എന്നിട്ട് ഇയാൾ ചെയ്തത് സ്വന്തം ഡിഫൻസ് കൺസൾട്ടൻസി ഫേം ഉണ്ടാക്കി. കൺസൾട്ടൻസി ആകാമല്ലോ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ. എന്നിട്ട് ആ സമയത്ത് തന്നെ CIA രഹസ്യ പദ്ധതികൾ ഇയാള് രൂപകൽപ്പന ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇയാളുടെ കഴിവുകൾ അമേരിക്കക്ക് വേണ്ടി തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ല, എന്തും ചെയ്ത് കൊടുക്കാം. അപ്പോൾ F-22 അതിൻ്റെ അസസ്മെന്റ് ഇയാളാണ് ചെയ്തത്. F-22. പിന്നെ എയർഫോഴ്സ് 1 പ്രസിഡന്റിന്റെ വിമാനം, അതിൻ്റെ എങ്ങനെയാണ് ഇത് കുഴപ്പമില്ലാതെയൊക്കെ അതാണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്. 2000 ഒക്കെ ആദ്യമായപ്പോൾ ഇയാൾക്ക് ഒരുപാട് പണത്തിൻ്റെ ആവശ്യം വന്നു. എന്താന്ന് വെച്ചാൽ ഇയാൾ ഹവായിൽ പോയിട്ട് അവിടെ മൊയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ഒരു വില്ല പണിതു. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇയാൾക്ക്. ലളിത ജീവിതമോ പരിമിതമായ സംഭവങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ടാണല്ലോ സ്വന്തമായി ഡിഫൻസ് കൺസൾട്ടൻസി ഫേം തന്നെ തുടങ്ങുന്നത്. മാത്രം ഞാൻ ആലോചിക്കുന്നത് ഈ B-2 സ്പിരിറ്റ് മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഫൈറ്റർ എന്ന് പറയുന്ന F-22 റാപ്റ്ററാണ്. അതും ഇയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന്. ഇപ്പം അയാളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് ഈ സ്റ്റെൽത്തും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഡിസൈൻ ചെയ്യാൻ കൊണ്ടു നടക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർണായകമാണ്. എങ്ങനെ അതിന്റെ സാങ്കേതിക വിദ്യ കൃത്യമാക്കാം എന്നുള്ള അസസ്മെന്റ് ഇയാളുടെയാണ്. അതെ, അതാണ്. അപ്പോൾ വില്ല വാങ്ങാൻ തീരുമാനിച്ചിട്ട് വില്ല മേടിച്ചു ഇയാൾക്ക് വില്ലയൊക്കെ ഉണ്ടായിരുന്നു മോയി ഹവായില്. പക്ഷേ ആ സമയത്ത് ഇയാൾക്ക് ആ വലിയ വില്ലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കടം വന്നപ്പോൾ ഇയാൾ 2003 സ്പൈ ആകാനായിട്ട് തുടങ്ങി. 2003 ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ ആളുകൾ ഇടിച്ചു കയറുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഇയാൾ അമേരിക്കയിൽ നിന്ന് തന്നെ പല പേരിൽ, ഈ ഗോവാഡിയ എന്നുള്ള പേരിലല്ല വേറെ പേരുകളിലൊക്കെ പല സഹായങ്ങളും ചെയ്തു കൊടുത്ത് തുടങ്ങി. അത് കഴിഞ്ഞ് B-2 ബോംബറിന്റെ രഹസ്യം ചോർത്തി. അപ്പോൾ ചൈനീസ് സ്റ്റെൽത്ത് ക്രൂസ് മിസൈലിന് എക്സോസ്റ്റ് നോസിൽ ഡിസൈൻ ചെയ്തു കൊടുത്തു. വലിയ പണിയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് $1,10,000 കിട്ടി. $1,10,000 കിട്ടിക്കഴിഞ്ഞപ്പോൾ കടം വീട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 കോടി രൂപയാണ് അത് വരിക. ഇന്നത്തെ കണക്കിൽ 94 ലക്ഷം രൂപ. അപ്പോൾ ആ കാലത്താണ്. അപ്പോൾ അമേരിക്കയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സംശയം, എവിടുന്ന് കാശ് കിട്ടി എന്നുള്ള സംശയം വന്നു. അപ്പോൾ 2005 ഇയാളുടെ വീട്ടില് സ്ഥാപനങ്ങളിലൊക്കെ FBI റെയ്ഡ് നടന്നു. അപ്പോൾ 500 പൗണ്ട് രഹസ്യരേഖകൾ എടുത്തുകൊണ്ട് പോയി ഇയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നൊക്കെ. 2010 വിചാരണ ചെയ്തു. അമേരിക്ക ഒറ്റയാണല്ലോ.
വിചാരണ ചെയ്തു. സ്റ്റെൽത്ത് മിസൈൽ ടെക്നോളജി വിറ്റ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കി എന്ന് കോടതി വിധിച്ചു. അങ്ങനെയാണ് ചൈനയുടെ സ്റ്റെൽത്ത് ബോംബർ H-22 ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മാത്രമല്ല ചൈനയ്ക്കും സ്റ്റെൽത്ത് കൊടുത്തത് ഇന്ത്യക്കാരനാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവിനും ബോംബർ കൊടുത്തത് നമുക്ക് മാത്രം കിട്ടിയില്ല. അപ്പോൾ ഈ കാലത്തൊന്നും മോദി ഇല്ലല്ലോ. അതെ അതെ. 2010 ഓഗസ്റ്റ് 9 അയാൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. 2011 ജനുവരിയിൽ 32 വർഷം തടവിന് ശിക്ഷിച്ചു. ഇപ്പൊ ജയിലിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വലിയ സംഭവം വരുമ്പോ ഇയാളെ നമുക്ക് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. അതിപ്പോ അവരെന്ത് അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇനി മാത്രമല്ല ഇയാള് തടവിൽ വെച്ചിരിക്കുന്ന ഒരു ആ കാർബൈഡ് ദുരന്തത്തെ തുടർന്ന് ആൻഡേഴ്സിനെ വിട്ടുകൊടുത്തപ്പോ രാജീവ് ഗാന്ധിയുടെ ഒരു സുഹൃത്ത് പയ്യനെ തിരിച്ചു കിട്ടിയില്ലേ? അല്ല, അതുപോലെ മാത്രമല്ല ഒരു പക്ഷേ ഇയാളിൽ നിന്ന് രഹസ്യങ്ങൾ പുറത്ത് ഈ ജീവിതകാലത്ത് പുറത്തു പോകരുതെന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും അമേരിക്ക ജയിലിലിട്ടിരിക്കുന്നത്. കാരണം ഇയാൾ അപകടകാരിയാണ്. അമേരിക്കയുടെ ഈ പറഞ്ഞ പോലെ F-22 ഒക്കെ രഹസ്യം ഇയാളുടെ കയ്യിലില്ലേ? അതെ, വേണമെങ്കിൽ ട്രംപിന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അയാൾക്ക് പാഠം ചെയ്യാനുള്ള അധികാരം ട്രംപിനുണ്ടല്ലോ. മാപ്പ് കൊടുക്കുക, എന്നിട്ട് ഇയാളെ മര്യാദയ്ക്കെടുത്ത് CIA വേണ്ടി അല്ലെങ്കിൽ പെൻറ്റഗണിന് വേണ്ടിയിട്ട് പുതിയ ഗവേഷണങ്ങൾ നടത്താൻ ഏൽപ്പിക്കാം. അതാണ് പ്രായോഗികം. ഒരു മനുഷ്യനെ പിടിച്ച് ജീവിതാവസാനം വരെ ജയിലിലിട്ട് അയാളുടെ പ്രതിഭ, അയാളുടെ ടാലന്റ് ഉപയോഗിക്കാതിരിക്കുന്ന ആ സമയത്ത് ഇയാളെ വല്ല ബങ്കറിലൊക്കെ സൂക്ഷിക്കേണ്ടി വരും. അയാൾക്ക് സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയാൽ മതി. ട്രംപിന് ഈ ബുദ്ധി ഒന്ന് പറഞ്ഞു കൊടുത്താലോ? അതെ, പുള്ളി നമ്മുടെ ചാനൽ കാണട്ടെ. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.